നമ്മുടെ ബാലഗോപാൽ മിനിസ്റ്ററുടെ നാട്ടിൽ നിന്ന് കലഞ്ഞൂരിൽ നിന്ന് ഒരു പെൺകുട്ടി ഒരു രാത്രി 10 മണി സമയത്ത് അവളെ ഭർത്താവ് ആക്രമിച്ച് കൈ രണ്ടായിട്ട് വേർപെട്ടു മുറിഞ്ഞ്. അപ്പോൾ കൈ തോർത്ത് വെച്ച് ചേർത്ത് കെട്ടി തൊട്ടടുത്തുള്ള ചെറുപ്പക്കാരനാണ്. നമ്മൾ സാധാരണ ഹൃദയം നിശ്ചലായിപ്പോൾ ഇത് കണ്ടാൽ രണ്ടായിട്ട് കിടക്കുന്ന കൈ ചേർത്ത് വെച്ച് കെട്ടി അവളെ തിരുവനന്തപുരത്തേക്ക് ഒരു സ്വകാര്യ ആശുപത്രിയുടെ അവിടെ കൊണ്ടുവന്നു. 10 ലക്ഷം രൂപ വേണം ശസ്ത്രക്രിയയ്ക്ക് എന്നവിടെ പറഞ്ഞു. 100 രൂപ പോക്കറ്റിൽ എടുത്തു വെക്കാതെ ഉടുത്ത തുണിയുമായിട്ട് ആ അച്ഛനും പുറത്ത് വെട്ടേറ്റിട്ടുണ്ട്. അവർ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ വന്ന അവളുടെ മകനെയും 10 വയസ്സുള്ള മകനെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഒരു പ്രായമുള്ള അച്ഛനും അമ്മയും കൈവെട്ടറ്റുപോയ മകളും തോർത്ത് വെച്ച് അവൾ കെട്ടിയിട്ടുണ്ട്. അവളുടെ കുഞ്ഞ് ഒരു 10 വയസ്സുള്ള കുഞ്ഞും. 10 രൂപ അവരെടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അവർ പേഴ്സ് എടുത്തിട്ടുണ്ടാവില്ലേ. സാമ്പത്തികമായി പ്രതിസന്ധിയുള്ളവരാണ്. അവർ മെഡിക്കൽ കോളേജിൽ വന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നു. രാത്രിയിൽ ബാലഗോപാൽ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ഇടപെട്ടു. അവരെന്നെ വിളിച്ചു, ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ വിളിച്ചു. രാത്രി സജ്ജമായി ഓപ്പറേഷൻ തിയേറ്റർ. 10 ലക്ഷം ആദ്യ ശസ്ത്രക്രിയയ്ക്ക് ചോദിച്ചെടുത്ത് അവളുടെ 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെയ്തു. ആ കൈകൾ തുന്നിക്കെട്ടി. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ICUയിൽ പോയി അവളെ കണ്ടു. അവളുടെ മുറിഞ്ഞുപോയ ഞരമ്പുകളിലൂടെ രക്തമൊഴുകാൻ തുടങ്ങി. വീണ്ടും പ്ലാസ്റ്റിക് സർജറികൾ ചെയ്തു. അതുമാത്രമല്ല, അവൾ സധൈര്യം ജീവിതത്തിലേക്ക് എഴുന്നേറ്റ് വന്നു. അവൾക്ക് താൽക്കാലികമായിട്ടുള്ളൊരു ജോലിയും കൊടുത്തു. അവൾ ആ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ സർക്കാർ സംവിധാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. നമുക്കൊന്നിച്ച് നിലനിൽക്കാം, നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. ഞാൻ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് എല്ലാവരോടും, ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വിസിറ്റ് ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട MLA എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അന്ന് താലൂക്ക് ആശുപത്രി വിസിറ്റിൽ ബഹുമാനിയായിട്ടുള്ള മസ്കുടിയമ്മ സഖാവും ഒക്കെ ഉണ്ടായിരുന്നു, ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു. എല്ലാവരോടും, കാരണം ഇതൊരു വലിയ പരിശ്രമമാണല്ലോ ഇങ്ങനെ ഒരു ഫണ്ട് അനുവദിക്കുക. കൊല്ലം ജില്ലയിൽ തന്നെ എത്ര ആശുപത്രികൾക്കാണ് ഒന്നാന്തരമായിട്ട്. ഇപ്പോൾ തൊട്ടടുത്ത് ചവറയിൽ നീണ്ടകര ഉദ്ഘാടനത്തിന് റെഡിയായിട്ടുണ്ട്. കൊട്ടാരക്കര ഉദ്ഘാടനം കഴിഞ്ഞ് പുനലൂർ ഫങ്ഷണലായി. കരുനാഗപ്പള്ളി ആദ്യ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. 2ാം ബ്ലോക്ക് പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. ഈ നിലയിൽ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ പിന്തുണ നൽകുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കും നിസ്സഹായരായവരെ കൂടുതൽ ശക്തമായി ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.